എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശില്പ. അപ്പോൾ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണ് നിങ്ങൾ അല്ലേ? അപ്പോൾ ഈ ഒരു പരീക്ഷ 521/2024 എന്ന് പറയുന്ന കാറ്റഗറി നമ്പറിൽ വന്ന ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി ആയിട്ട് വേരിയസ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 വിളിച്ചത്. അപ്പോൾ ഈ ഒരു പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തവരെല്ലാം അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ ഓരോ ജില്ലകളിലും എത്ര അപ്ലിക്കൻസ് ഉണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് അറിയണ്ടേ? അപ്പോൾ ഇനി വേണം പഠനം കുറച്ചുകൂടെ ഊർജ്ജമാക്കാനായിട്ട്. എത്ര അപ്ലിക്കൻസ് ഉണ്ട്, ഞാൻ അപ്ലൈ ചെയ്ത ജില്ലയിൽ എന്നോട് കോമ്പീറ്റ് ചെയ്യാൻ എത്ര പേരുണ്ട് എന്നൊക്കെ നിങ്ങൾക്കറിയാം. അപ്പോൾ ഈ ഒരു പരീക്ഷയെ കുറിച്ചിട്ട് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. 521/2024 ഈ ഒരു കാറ്റഗറി നമ്പറിലാണ് കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 വേരിയസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് 14 ജില്ലകളിലേക്കും ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി ആയിട്ടാണ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തത്. ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നത്. അപ്പോൾ അതിന് അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് കഴിഞ്ഞു. ജനുവരി അവസാനമായിരുന്നു അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാകും. ഇനി കഴിഞ്ഞ പ്രാവശ്യം ഈ ഒരു പരീക്ഷ നടന്നത് 277/2018 എന്ന് പറയുന്ന കാറ്റഗറി നമ്പറിലാണ്. ഇത് ഡയറക്റ്റ് അപ്പോയിൻമെന്റ് ആയിരുന്നു. ഡിസ്ട്രിക്ട് വൈസ് എക്സാം തന്നെയായിരുന്നു. OMR എക്സാം നടന്നത് 2019 നടന്നെങ്കിലും ഷോർട്ട് ലിസ്റ്റ് 2022 വന്നത്. റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് 2023 2023 മെയ് ജൂൺ മാസങ്ങളിലായിട്ടാണ് 14 ജില്ലകളിലെയും റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത്. ഈ ഒരു OMR ടെസ്റ്റിന് ശേഷം ഡിസ്ക്രിപ്റ്റീവ് എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ അതും ഒക്കെ കഴിഞ്ഞിട്ടാണ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തത്. അപ്പോൾ ഇത്രയും ഒരു ഗ്യാപ്പ് തന്നെ ഉണ്ടായിരുന്നു അല്ലെ? ഒരു 5 വർഷത്തെ ഗ്യാപ്പ് തന്നെയായിരുന്നു. അപ്പോൾ അത് നമുക്കറിയാലോ, കൊറോണ അങ്ങനത്തെ കുറേ ഇഷ്യൂസ് നടന്നുപോയ സമയങ്ങളാണ് ഇത്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് അധികം അപ്പോയിൻമെന്റ്സ് ഒന്നും നടന്നിരുന്നില്ല. എങ്കിലും 2023 മെയ് ജൂൺ മാസങ്ങളിലായിട്ട് വന്ന റാങ്ക് ലിസ്റ്റ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. 2023 മെയ് ജൂണിലാണ് റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത്. അപ്പോൾ ഈ ഒരു റാങ്ക് ലിസ്റ്റ്, അതായത് പുതിയൊരു പരീക്ഷ നടത്തി അതിൻ്റെ ഒരു റാങ്ക് ലിസ്റ്റ് വരുമ്പോഴേക്കും ഇത് തീരും. ഏകദേശം ഒരു 1.5 കൊല്ലം കൂടി കൊണ്ട് ഈ റാങ്ക് ലിസ്റ്റ് അവസാനിച്ച് പുതിയ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരും. അപ്പോൾ നല്ല ഉഷാറായിട്ട് പഠിക്കേണ്ട സമയമാണ്. മാത്രമല്ല ഇപ്രാവശ്യം നമുക്ക് അറിയാം ഇതിൻ്റെ OMR എക്സാം വരുന്നത് ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസങ്ങളിലാണ്. ടെൻറ്റേറ്റീവ് കലണ്ടർ വന്നപ്പോൾ PSC ഓൾറെഡി പറഞ്ഞിരുന്നു. OMR എക്സാമിന് ശേഷം ഒരു യൂണിഫൈഡ് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. അതിൽ നിന്നും ആ റാങ്ക് ലിസ്റ്റിലുള്ളവരെയാണ് ഡിക്റ്റേഷൻ ടെസ്റ്റിനും അതുപോലെ ഇന്റർവ്യൂവിനും വിളിക്കുക. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നമുക്ക് റാങ്ക് ലിസ്റ്റ് നിലവിൽ വരികയും ചെയ്യുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ OMR എക്സാം ക്ലിയർ ചെയ്താൽ മാത്രമാണ് നമുക്ക് ഡിക്റ്റേഷൻ ടെസ്റ്റും അതുപോലെ ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഓരോ ഘട്ടവും അത്രത്തോളം ഇമ്പോർട്ടൻസോട് കൂടി തന്നെ നിങ്ങൾ പഠിച്ചു പോകണം. കാരണം OMR ടെസ്റ്റ് കിട്ടിയാൽ മാത്രമാണ് ഡിക്റ്റേഷൻ ടെസ്റ്റിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഡിക്റ്റേഷൻ ടെസ്റ്റ് നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചാലാണ് റാങ്ക് ലിസ്റ്റിൽ മുന്നിലെത്താനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ കഴിഞ്ഞ പ്രാവശ്യത്തെ റാങ്ക് ലിസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞത്. ഇനി ഇത്രയാണ് ഇതിൻ്റെ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഇപ്രാവശ്യം അപ്ലൈ ചെയ്തവരുടെ എണ്ണമാണ് ഓരോ ജില്ലയിലും കാണിച്ചിരിക്കുന്നത്. ടോട്ടലായിട്ട് 9441 14 ജില്ലകളിലുമായിട്ട് 9441 പേരാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ തിരുവനന്തപുരം ജില്ലയിലാണ് 1377, കൊല്ലം 652, പത്തനംതിട്ട 417, ആലപ്പുഴ 634, കോട്ടയം 572, ഇടുക്കി 458, എറണാകുളം 1013, ദെൻ പാലക്കാട് 697, മലപ്പുറം 659, കോഴിക്കോട് 1045, വയനാട് 340, കാസർഗോഡ് 314, കണ്ണൂർ 509, തൃശ്ശൂർ 754. അപ്പം ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ അപ്ലിക്കൻസ് ഉള്ളത് തിരുവനന്തപുരത്തും സ്വാഭാവികമായിട്ടും. പക്ഷേ ഇപ്രാവശ്യം കാസർഗോഡാണ് ഏറ്റവും കുറവ് അപ്ലിക്കൻസ് ഉള്ളത്. 314 അപ്ലിക്കൻസ് ആണ് ഉള്ളത്. അപ്പോൾ അത്യാവശ്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. 100 പരീക്ഷ എഴുതുന്നുണ്ടെങ്കിൽ അതിലൊരു 60 പേര് മാത്രമാണ് പഠിച്ച് പരീക്ഷ എഴുതുന്നവരുണ്ടാവുക അല്ലേ? അപ്പം ഇനി നിങ്ങൾ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നേടിയെടുക്കാവുന്ന ഒന്നാണിത്. സാധാരണ ഒരു LDC എക്സാമോ LGS എക്സാമോ അല്ലെങ്കിൽ ഡിഗ്രി ലെവൽ എക്സാം പോലെയൊന്നും അല്ല അത്. താരതമ്യേന ആപ്ലിക്കൻസിൻ്റെ എണ്ണം വളരെ വളരെ കുറവാണ്. 1000-ൽ താഴെ, അല്ലെങ്കിൽ വേണ്ട 500-ൽ താഴെയുള്ള ജില്ലകൾ വരെയുണ്ട് അല്ലേ? അപ്പോൾ നിങ്ങളുടെ ജില്ല ഏതാണെന്ന് നോക്കുക, കോമ്പറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം നോക്കുക,
ഉഷാറായിട്ട് പഠിച്ചു തുടങ്ങാം. ഇനി ഇതിനെല്ലാവർക്കും സംശയമുള്ള കാര്യമാണ് മാത്സ് ഉണ്ടോ എന്നൊക്കെ ഉള്ളത്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കേരള വാട്ടർ അതോറിറ്റിയുടെ ഒരു കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് വിളിച്ചു കഴിഞ്ഞപ്പോൾ അതിൽ മാത്സ് ഉണ്ടായിരുന്നു. പക്ഷെ അതൊരു DCA ക്വാളിഫിക്കേഷനുള്ള പോസ്റ്റായിരുന്നു. എന്നാൽ ഇപ്പോൾ വിളിച്ചിരിക്കുന്ന ഈ ഒരു പോസ്റ്റിലേക്ക് DCA ക്വാളിഫിക്കേഷൻ നമ്മളോട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ മാത്സ് ഉണ്ടാവാൻ സാധ്യതയില്ല. ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം 3 മാസം മുമ്പ് PSC കലണ്ടർ പ്രസിദ്ധീകരിക്കും. അപ്പോൾ ആ ഒരു എക്സാമിൻ്റെ എക്സാക്ട് ഡേറ്റ് നമുക്ക് അറിയാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ അപ്ഡേറ്റ് ചെയ്യാം. പക്ഷേ ഒരു ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇത് തന്നെയായിരിക്കും. ഇതിൻ്റെ ഉള്ളിലുള്ള മാറ്റങ്ങളാണ് ഉണ്ടാകാൻ സാധ്യതയുള്ളത്. അപ്പോൾ ഇതാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. GK കറണ്ട് അഫെയർ 10, വേർഡ് പ്രോസസ്സിങ് 40 മാർക്ക്, ടൈപ്പ് റൈറ്റിംഗ് 10 മാർക്ക്, ഇംഗ്ലീഷും മലയാളവും 20 മാർക്ക് വീതം. ഇതാണ് നമ്മുടെ മൊത്തത്തിലുള്ള ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ടൈപ്പിസ്റ്റ് പരീക്ഷകൾക്കൊക്കെ തയ്യാറെടുക്കുന്നവരാണ് എങ്കിൽ ഈ ഒരു സിലബസ് വളരെ പരിചിതമാണ്. കാരണം LD ടൈപ്പിസ്റ്റ്, അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി കമ്പ്യൂട്ടർ അസിസ്റ്റന്റ്, സെക്രട്ടേറിയറ്റ് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ്, ഈ പരീക്ഷകൾക്കൊക്കെ ഇതേ ഒരു സിലബസിൽ തന്നെയായിരുന്നു നമ്മൾ പരീക്ഷ എഴുതിയത്, അല്ലേ? അപ്പോൾ അത് തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം നടന്ന പരീക്ഷയ്ക്കും ഒക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു പരീക്ഷ സിലബസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും നമ്മുടെ ഈ വരാൻ പോകുന്ന കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് എക്സാമും ഉണ്ടായിരിക്കുക. അപ്പോൾ കൃത്യമായിട്ട് പഠിച്ചു തുടങ്ങേണ്ട സമയമാണ്. പിന്നെ ഈ ഒരു പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ടാവും. കാരണം ക്വാളിഫിക്കേഷനെ കുറിച്ചിട്ടോ, പുതിയ നോട്ടിഫിക്കേഷൻ എന്ന് വരും, അല്ലെങ്കിൽ ഇനി പഠിക്കേണ്ട കാര്യമുണ്ടോ, ഒരുപാട് സംശയങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്, അല്ലേ? അപ്പോൾ നിങ്ങളുടെ ഈ സംശയങ്ങൾക്കുള്ള മറുപടിയുമായിട്ട് ഈ വരുന്ന ഫെബ്രുവരി 14-ാം തീയതി വൈകുന്നേരം 7 മണിക്ക് ഒരു ഫ്രീ ക്ലാസ്സുമായിട്ട് ഞാൻ വരുന്നുണ്ട്. അപ്പോൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നതിനുള്ള ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ഉണ്ട്, അതിൽ രജിസ്റ്റർ ചെയ്യുക. ബാക്കി ഡീറ്റെയിൽസ് ഞങ്ങൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് പരീക്ഷ അതൊരു 2 വിളിച്ചിട്ടുണ്ട്, അല്ലേ? കമ്പനി ബോർഡും വിളിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ വേരിയസ് ഡിപ്പാർട്ട്മെന്റിലേക്കും വിളിച്ചിട്ടുണ്ട്. നല്ല ഉഷാറായിട്ട് പഠിച്ചാൽ നേടിയെടുക്കാൻ പറ്റുന്ന ഒരു ജോലി തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസുമായിട്ട് നമുക്ക് ലൈവ് ക്ലാസ്സിൽ കാണാം. അപ്പോൾ നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ ആയിട്ട് ലൈവ് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്